السلام عليكم ورحمة الله وبركاته. الحمد لله الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. الصلاة والسلام على أشرف المرسلين وآله الفائزين وصحابه العادلين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ولا حول ولا قوة إلا بالله العلي العظيم. ശബ്ദം ശ്രവിക്കുന്ന മാന്യ സഹോദരങ്ങളെ, SKSSF മീഡിയ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ കീഴിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഖുർആൻ തഫ്സീർ ക്ലാസ് ഒരു വർഷമായി നീണ്ടുകൊണ്ടിരിക്കുകയാണ്. താൽക്കാലികമായി ഫാത്തിഹ സൂറത്തിൻ്റെ എപ്പിസോഡുകൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇനി നാം സൂറത്തുൽ ഇഖ്ലാസ് അഥവാ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തിലേക്ക് നാം കടന്നിരിക്കുകയാണ്. ശ്രദ്ധിച്ചു കേൾക്കണം. മഹാനായ ഇമാം അഹമ്മദ് തങ്ങൾ തൻ്റെ കിതാബിൽ രേഖപ്പെടുത്തിയായിട്ട് കാണാം. മഹാനായ സ്വഹാബിവര്യനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ്. ആ സ്വഹാബിവര്യ പറഞ്ഞു തരികയാണ്, മക്ക മുശ്രിക്കീങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കലേക്ക് വരികയാണ്. അള്ളാഹുവിൻ്റെ റസൂലിനോട് വന്നിട്ട് ചോദിക്കുകയാണ്, യാ മുഹമ്മദ് ഉൻസുബ് ലനാ റബ്ബക്, മുഹമ്മദേ നിന്റെ രക്ഷിതാവിൻ്റെ തറവാടിത്തം പറഞ്ഞുകൊണ്ടാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കൊക്കെ തറവാടിത്തമുള്ളവരാണ്, ഇന്ന തറവാട്ടുകാരനാണ് നാം എന്ന് നാം അഹങ്കാരത്തോടെ അലംഭാവത്തോടെ പറയാറുണ്ട്, അല്ലേ? ഇന്ന വാപ്പാൻ്റെ മോനാണ്, ഇന്ന വാപ്പാൻ്റെ വാപ്പ എൻ്റെ ഇങ്ങനെയുള്ള സ്ഥാനങ്ങളിൽ ഉള്ളവരാണെന്നൊക്കെ പറഞ്ഞ് അഹങ്കരിക്കാറുണ്ട്. അതേ, അള്ളാഹുവിൻ്റെ തറവാടിത്തം ചോദിച്ചുകൊണ്ട് മക്ക മുശ്രിക്കീങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് വന്ന് ചോദിച്ചപ്പോൾ അല്ലാഹു തആല ഖുർആനിലൂടെ ഇറക്കിക്കൊടുക്കുകയാണ്. ഫഅൻസലല്ലാഹു തആല ഫിൽ ഖുർആനിൽ മജീദ്, അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ ആയത്തിറക്കി കൊടുക്കുകയാണ്, ഈ സൂറ ഇറക്കി കൊടുക്കുകയാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്. നബിയെ, അങ്ങ് പറഞ്ഞു കൊടുക്കുക, അള്ളാഹുവിൻ്റെ തറവാടിത്തം അന്വേഷിച്ചു കൊണ്ട് വന്നവരോട് പറഞ്ഞു കൊടുക്കുക. ഖുൽ, നബിയെ പറയുക, ഹുവല്ലാഹു അഹദ്, അള്ളാഹു ഏകനാണ്, അള്ളാഹു ഒരുവനാണ്, അല്ലാഹു സ്വമദ്, അല്ലാഹു നിരാശ്രയനാണ്. സർവസൃഷ്ടികളും അവനെ അവലംബിക്കുകയാണ്, സർവസൃഷ്ടികളുടെയും ആശാകേന്ദ്രമാണ് അല്ലാഹു. എന്നാൽ അല്ലാഹുവിനോ ഒരാളെയും ആശ്രയിക്കേണ്ടതില്ല. ലം യലിദ് വലം യൂലദ്, അള്ളാഹു ഒരാൾക്കും ജന്മം കൊടുത്തിട്ടില്ല. ഏതെങ്കിലും വ്യക്തിക്കോ ഏതെങ്കിലും പുത്രനോ, ഈസ നബിയെ അള്ളാഹുവിൻ്റെ പുത്രനെന്ന് പറയുന്നവരെ അള്ളാഹു താൻ അടിവരയിട്ട് പറയുകയാണ്, ലം യലിദ്, അള്ളാഹു ഒരാൾക്കും ജന്മം കൊടുത്തിട്ടില്ല. വലം യൂലദ് അള്ളാഹു തആല ഒരാളിൽ നിന്നും വന്നവനല്ല, അള്ളാഹു ഏതെങ്കിലും സന്തതിയിൽ നിന്ന് ഉണ്ടായവനല്ല. നാമൊക്കെ ഇന്ന വാപ്പാന്റെ മകനാണ്, ഇന്ന ഉമ്മയിൽ നിന്നുണ്ടായവരാണ്, പക്ഷേ അള്ളാഹു അങ്ങനെ ആരിൽ നിന്നും ഉണ്ടായവനല്ല. വലം യകുൻ ലഹു കുഫുവൻ അഹദ്, അള്ളാഹുവിന് തുല്യനായി ഒരാളുമില്ലത്രേ. അള്ളാഹുവിന് തുല്യനായി ഒരാളുമില്ല.
ഇല്ലേ, ഈ ഭൂമി ലോകത്ത് കുറേ ദൈവങ്ങളെ പ്രതിഷ്ഠിക്കുന്നവരെ, ആകാശത്ത് കുറേ ദൈവങ്ങൾ കാർമേഘങ്ങളുടെ മറവിൽ ദൈവങ്ങളായി കണ്ട് അവരെ ഭുജിക്കുന്നവരെ അള്ളാഹു പറയുന്നു, അള്ളാഹുവിന് തുല്യരായി ഒരു ശക്തിയുമില്ല, അള്ളാഹുവിനോട് ഏറ്റുമുട്ടാൻ പ്രാപ്തിയുള്ള ഒരു കുഞ്ഞുമോന് പോലുമില്ല. ഖുർആൻ അടിവരയിട്ട് കൊണ്ട് പറയുകയാണ് അല്ലേ. അത് നോക്കണം, മഹാനായ ഇമാം തുർമുദി തങ്ങൾ തൻ്റെ കിതാബിൽ കുറച്ചും കൂടി അധികരിപ്പിച്ചുകൊണ്ട് വിശദീകരിച്ച് പറയുന്നു ഈ ഹദീസിന്റെ ലം യലിദ് അസ്വമദല്ലദി ലം യലിദ് വലം യൂലദ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? അല്ലാഹു ലം യലിദ് വലം യൂലദ്, അല്ലാഹു ആരിൽ നിന്ന് അല്ലാഹു ഒരാളെയും അല്ലാഹുവിൽ നിന്ന് ഒരാൾ ഉണ്ടായിട്ടില്ല, അല്ലാഹു ഒരാൾക്കും ജന്മം കൊടുത്തിട്ടില്ല എന്ന് പറയാനുള്ള കാരണം ലിഅന്നഹു ലൈസ ഷൈഉൻ ലിഅന്നഹു ലൈസ ഷൈഉൻ യമൂതു ലിഅന്നഹു ലൈസ ഷൈഉൻ യൂലദു ഇല്ലാ സയമൂത്. لأنه ليس شيء يولد إلا سيموت. അതെ, നാം ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന എല്ലാ വസ്തുക്കൾക്കും, എല്ലാ ജീവനുള്ള എല്ലാത്തിനും മരണമുണ്ട്. മരിക്കാതെ ഒരാളും അവശേഷിക്കുന്നില്ല. അത് നാം തള്ളപ്പെടുന്ന, നിസ്സാരമായി തള്ളപ്പെടുന്ന ബാക്ടീരിയകളാണെങ്കിൽ വരെ അതിനൊക്കെയും മരിക്കാനുണ്ട്, റൂഹുണ്ട്. എന്നാൽ വലൈസ ഷൈഉൻ യമൂതു ഇല്ലാ സയൂറഹു. ഇവിടുന്ന് മരിച്ചു വീഴുന്ന എല്ലാ വസ്തുക്കൾക്കും പുനർജന്മം വരാനുണ്ട്. പുനർജന്മമില്ലാതെ ഒരു വസ്തു പോലും, ഒരു ജീവനുള്ള ഒരു വസ്തു പോലും അവശേഷിക്കൂല. എല്ലാവർക്കും പുനർജന്മം വരാനുണ്ട്. എന്നാൽ അള്ളാഹുവിൻ്റെ കാര്യം ലിഅന്നല്ലാഹ ലാ യമൂതു വലാ യൂറസു. അള്ളാഹുവിന് മരണമില്ല. അള്ളാഹുവിന് മരണമില്ലാത്തത് കൊണ്ട് പുനർജന്മവും ഇല്ല. ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമ് വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ സകല ഹലാലായ മുറാദുകളും ഹാസുലാക്കി തരുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ഈമാൻ വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. ഏത് സമയത്ത് മരണപ്പെടുകയാണെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് അന്ത്യവാചകമാക്കി സ്വർഗത്തിൻ്റെ ഫോട്ടോ കണ്ടു മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വിഷമങ്ങളുള്ളവരുടെ വിഷമം അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കട്ടെ. രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുടെ അസുഖങ്ങൾ അള്ളാഹു പൂർണ്ണ ശിഫ കൊടുക്കട്ടെ. വആഖിറു ദഅവാനാ الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.